ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു മാക്സി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡ് എങ്ങനെ നോക്കാം. ഈ ഒരു മോഡലിലുള്ള മാക്സിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പീസ് എടുക്കുക. അതിന് നമ്മുടെ ലെങ്ത്ത് ഇതിൽ ഞാൻ 53 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ആ 53 ഇഞ്ച് ലെങ്ത്തിൽ പീസിനെ 4ആക്കി മടക്കി വെക്കുക. അപ്പോൾ 4ആക്കി മടക്കി വെക്കുമ്പോൾ അതിന് നല്ല വശം ഉൾവശത്തേക്ക് കൊണ്ടുവന്ന് ലെങ്ത്തിൽ 4ആക്കി മടക്കി അതിങ്ങനെ പിൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അടയാളപ്പെടുത്തുമ്പോഴൊന്നും പീസ് ഉള്ളിലൊന്നും അടങ്ങിയിരിക്കാതെ നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈ മാക്സി നമുക്കൊരളവുണ്ടെങ്കിൽ ആ അളവിലുള്ള മാക്സി ഇതേ രീതിയിൽ മുകളിൽ വെച്ച് വൃത്തിയിൽ ഇങ്ങനെ രണ്ട് പീസും കൂടി പിൻ ചെയ്ത് വെക്കുക. അതായത് അളവിൻ്റെ ആ മാക്സിയും നമ്മുടെ കട്ട് ചെയ്യാനുള്ള പീസും കൂടി ഒരേ ലെവലിൽ വെച്ചിട്ട് പിൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഈ മടങ്ങിയ ഭാഗം ആദ്യം അതാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ പിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മാക്സി ഞാനിവിടെ ഈ അളവിനുള്ള മാക്സി ഇതേ രീതിയിൽ തന്നെ നമ്മൾ വൃത്തിയിൽ തന്നെ ഇങ്ങനെ മടക്കി വെക്കണം. ഇനി ഇതിൻ്റെ കഴുത്ത് അകലം 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു തടിച്ചൊരാൾക്കുള്ള മാക്സി ആയത് കാരണം ഇതിൻ്റെ അളവുകളെല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള മാക്സിയുടെ അളവിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു മോഡലിൽ. ഇനി ഇതിൻ്റെ ഷോൾഡർ 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ഈ നമ്മൾ തയ്യൽ തുമ്പെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ അകലം 3.5യും ഷോൾഡർ 6.5യുമാണ്. ഇനി ആം ഹോൾ അടയാളപ്പെടുത്താൻ ഇതിപ്പോൾ ഈ 6.5യും 3.5യാണ് നമ്മുടെ മൊത്തം. അപ്പം 10 വരണം. പക്ഷേ ഇവിടെ 9.5 എടുക്കുന്നുള്ളൂ. ഈ 9.5 മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് എടുക്കാം. അപ്പോൾ ചെസ്റ്റ് അളവ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് 14 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് തയ്യൽ തുമ്പെല്ലാം വിട്ടിട്ട് വരുന്നത് 13.5 14 ഇഞ്ചോളമാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. അത് നമുക്ക് അടയാളപ്പെടുത്തണം. ഇപ്പോൾ കംഫർട്ടായിട്ടുള്ള ഒരു മാക്സി ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ അളന്നെടുക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ച് അത് സ്കെച്ച് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കംഫർട്ടായിട്ടുള്ള മാക്സി ഇല്ല എങ്കിൽ അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ഈ മാക്സി മാറ്റിയിട്ട് അതിൻ്റെ അളവ് ഞാൻ അടയാളപ്പെടുത്തി തരാം. ഇനി ഇതേ രീതിയിൽ ഇതിൻ്റെ ആം ഹോൾ അടയാളപ്പെടുത്താം. ഇതേ രീതിയിൽ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഷേപ്പ് അടയാളപ്പെടുത്താം. ഇപ്പോൾ ഇതിന് ഒരു തടിയുള്ള ഒരാൾക്കായത് കാരണം വല്ലാതെ ഷേപ്പ് ഒന്നും ഇടാതെ മാക്സിയുടെ അതേ അളവിൽ തന്നെയാണ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിലൊരു കംഫർട്ടായിട്ടുള്ളൊരു മാക്സി കയ്യിലില്ല എങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ കഴുത്തകലം
ആദ്യം നമ്മുടെ കഴുത്തകലം എടുക്കുക. ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെയോ നോക്കിയിട്ട് കഴുത്തകലം എടുക്കുക. ആ കഴുത്തകലം അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് കഴുത്തകലം. അത് ഇതേ രീതിയിൽ അടയാളപ്പെടുത്തി. ഇതിന് ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ച്. അപ്പോൾ അത് ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനിയിപ്പോൾ ഷോൾഡറും ഇപ്പോൾ നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെ അകലം കൂടി പ്ലസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴി ഞാൻ ഇവിടെ 9.5 ഇഞ്ചാണ് കൈക്കുഴി എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈക്കുഴി പോയിൻ്റ് അടയാളപ്പെടുത്തുമ്പോൾ അതിന് ചെസ്റ്റ് അളവും കൂടെ അടയാളപ്പെടുത്തിയെടുക്കണം. അപ്പോൾ കൈക്കുഴി ഇതേ രീതിയിൽ അടയാളപ്പെടുത്തിയെടുത്തു. ഇനി ചെസ്റ്റ് അളവ് 14 ഇഞ്ച് അത് അവിടെ പോയിൻ്റ് ചെയ്തു. ഇനി എൽ ഷേപ്പിൽ ഇതേ രീതിയിലൊന്ന് വരച്ച് വെക്കുക. ഇനി ഇതിൻ്റെ ഉൾവശത്ത് ഇപ്പോൾ ഈ കോണായി നിൽക്കുന്ന ഭാഗത്ത് ഒരു 2 ഇഞ്ചോളം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ആം കർവ് കൊണ്ട് ഇതേ രീതിയിൽ വരച്ചെടുക്കുമ്പോൾ നല്ലൊരു കർവ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കൈക്കുഴി. ഇനി ഇതിന് ഷേപ്പാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് 14, അതേ രീതിയിൽ താഴോട്ട് 14, 15, 16 അതേ രീതിയിൽ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൈക്കുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൈക്ക് വേണ്ടിയിട്ട് ഇതിൽ ഫുൾ സ്ലീവ് ആണ് ഈ മാക്സിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പീസ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ രീതിയിൽ 4ആക്കി മടക്കുക. ഇനി നമ്മുടെ കൈയുടെ അളവ് അടയാളപ്പെടുത്തിയെടുക്കാം. നമ്മുടെ മാക്സിയുടെ കൈഭാഗം ഇതേ രീതിയിൽ വെച്ച് കൈക്കുഴി ഭാഗം ഇതേ രീതിയിൽ അടയാളപ്പെടുത്തിയെടുക്കാം. ഈ കൈൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്താം. ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ കൈഭാഗം ഒന്ന് ലെവലായി വരച്ച് കൊടുക്കാം. ഇതിന് ഷോൾഡർ ഭാഗം കൈ യോജിപ്പിക്കാനുള്ള ഷോൾഡർ ഭാഗത്ത് ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് കഴുത്ത് ഇനി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ബാക്ക് കഴുത്തിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പീസ് എടുത്തു. അതിൻ്റെ വീതി 3.5 ഇഞ്ചും ഇറക്കം 3 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇതിനെ ഇങ്ങനെ മടക്കി കൊടുത്ത 2 സൈഡിലും ഈ മാർക്ക് വരും. ഇപ്പോൾ ബാക്ക് കഴുത്തിനുള്ള പീസ് റെഡിയായി. ഇതേ രീതിയിലൊരു ക്യാൻവാസ് റെഡിയാക്കി എടുക്കുക. അതിൻ്റെ വീതി 5 ഇഞ്ച്, ഇറക്കം ഒരു 5.25 കഴുത്ത് ഇറക്കം വന്ന് താഴോട്ട് സിബ് വെച്ച് വരുമ്പോൾ ഒരു 5 ഇഞ്ചും കൂടി 10 ഇഞ്ചോളം ഇറക്കമുള്ളൊരു ക്യാൻവാസ് എടുത്ത് ഇതേ രീതിയിൽ നടുമടക്കി പശയുള്ള ഭാഗം ഉള്ളിലോട്ട് മടക്കി ഇതേ രീതിയിൽ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നും 3.5 ഇഞ്ച് നടുമടക്കിയ സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തിയെടുക്കുക.
ഈ കഴുത്തിൻ്റെ ഇറക്കം 5.25 ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് ഇനി 5.25 ഇഞ്ച്. ആ 5.25 ഇഞ്ച് ഇതേ രീതിയിൽ അടയാളപ്പെടുത്തുക. അതിന് സെൻറ്റർ ഭാഗവും 5.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. മൂന്നര ഇഞ്ച് അകലത്തിലൊരു പോയിൻ്റ് ചെയ്യാം. ഇവയെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കഴുത്തിനെ ഒരു കേർവ് ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു യു ഷേപ്പിലുള്ള കഴുത്ത് റെഡിയായി. ഇനി സിബ് വെക്കാനുള്ള താഴോട്ടുള്ളത്. അപ്പോൾ ഈ സിബിൻ്റെ സെൻറ്റർ ഭാഗം ഇതേ രീതിയിലൊന്ന് ആദ്യം അടയാളപ്പെടുത്തി വെക്കാം. ഇതിന് ഇനി 1 ഇഞ്ച് അകലത്തിൽ മേൽപോട്ടായിട്ട് പോയിൻ്റ് ചെയ്തേക്കാം. ഞാൻ ഇത്ര ഇറക്കത്തിലുള്ള ഒരു സിബാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു 5 ഇഞ്ചാണ് താഴോട്ടുള്ള അകലം. ഇനി ഈ ക്യാൻവാസിൻ്റെ നിന്നും ഒരു 1.5 ഇഞ്ചോളം പുറത്തോട്ടായിട്ട് അടയാളപ്പെടുത്തിയെടുക്കാം, അതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ 1.5 ഇഞ്ചിൽ ഈ കോൺ ഭാഗവും മാർക്ക് ചെയ്യാം. ഈ സിബിനുള്ള ഈ ഭാഗത്തെ വീതി ഞാൻ എടുത്തിട്ടുള്ള 2.5 ഇഞ്ചാണ്. ഇനി ഇവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം, താഴോട്ടായിട്ട്. ഇതിൻ്റെ ഇറക്കം 5.5 ഇഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മേൽപോട്ട് ഒരു 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഇതേ രീതിയിൽ വരച്ച് കൊടുക്കാം. ഈ താഴ്ഭാഗത്തും ഒരു കേർവ് ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കേർവ് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഷേപ്പ് കിട്ടി. ഇതിനി കട്ട് ചെയ്ത് മാറ്റാം. ഈ ഉൾവശത്ത് ഇതേ രീതിയിലൊരു ബ്രിഡ്ജ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉൾവശം വെട്ടി മാറ്റാം. അപ്പോൾ ഈ ബ്രിഡ്ജ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പീസിൽ അറ്റാച്ച് ചെയ്ത സമയത്ത് ഇത് കഴുത്ത് മലർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകൾ വശത്ത് കട്ട് ചെയ്യാതിരുന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ക്യാൻവാസിനേക്കാളും വീതിയും നീളവും ഉള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം വൃത്തിയിൽ മടക്കി റെഡിയാക്കി എടുക്കുക. ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ ചീത്തവശത്ത് നമ്മുടെ ക്യാൻവാസിന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ലെവലിൽ വെച്ച് വേണം അയൺ ചെയ്തെടുക്കാൻ. നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. ഇതിൻ്റെ പാർട്ട് 2ലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് ഉള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.